പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നാമത്തിൽപ്പെടുമാറാകട്ടെ. ഈ മിനിറ്റുകൾ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോട് ചേർന്നിരിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം തന്ന വലിയ കൃപയ്ക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങൾ ധാരാളമായ ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഒരു വചനം നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചത് യോശുവ പ്രവാചകൻ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചു ഉറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, എന്നുള്ള ദൈവമേ, നിനിമേറിയ നല്ല സമയത്തിനായി സ്തോത്രം. പിതാവേ, ഈ വചനത്തിലൂടെ ആത്മാവ് ശക്തമായി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അയച്ച് കർത്താവ് സൗഖ്യമാക്കണം. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഈ ജനത്തെ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അങ്ങേക്കുള്ളത്, ജനം അങ്ങേക്കുള്ളത്, അടിയൻ അങ്ങേക്കുള്ളത്. ആത്മാവ് സംസാരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവമക്കളെ, വിശുദ്ധ ബൈബിൾ യെരിഹോവിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. എന്തോ സംഭവം? യോശുവ ഫറവോവിനടുത്തിൽ ഇസ്രായേൽ ജനത്തെ മോശ എന്ന് പറയുന്ന ഭക്തൻ കൊണ്ടുവന്നു. എന്നാൽ തൻ്റെ മേൽ ഇസ്രായേൽ ജനത്തെ കൈമാറുമ്പോൾ താൻ വിശുദ്ധിയുടെ വിശ്വസ്തനായി ഇസ്രായേൽ ജനത്തെ നയിക്കുകയായിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ യെരിഹോവിന് വഴി കടന്നു വരുന്നുവെന്ന് അവർക്ക് അറിവ് കിട്ടി. പക്ഷെ ബൈബിൾ എഴുതിയിരിക്കുന്നു, യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കി. ശത്രു ഇവിടെ അടച്ച് ഉറപ്പാക്കുന്നൊരു കാലം, അടച്ച് ഉറപ്പാക്കി. ബൈബിൾ എഴുതി കണ്ടായിരുന്നോ? ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കി, ആരും പുറത്തിറങ്ങിയില്ല. അടുത്ത വാക്ക് സ്വതന്ത്ര, അകത്ത് കയറിയതുമില്ല. അകത്തോട്ടും പുറത്തോട്ടും പോകാൻ കഴിയാതെ യെരിഹോവിനെ അടച്ചുറപ്പാക്കി. യോശുവ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളുടെ യാത്രയിൽ ഒത്തിരി തടസ്സമാണ്, ഞങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകും? ഞങ്ങളുടെ വഴി ഇപ്പോൾ അടച്ചുറപ്പാക്കിച്ചിരിക്കുക, ഞങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ. യോശുവ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ ഒരു ആലോചന കൊടുത്തു. സ്വർഗത്തിൽ ദൈവം ആലോചന കൊടുത്തപ്പോൾ ആലോചന മുമ്പിൽ ദൈവഭക്തനും കൂട്ടരും നിന്നു. എന്നാൽ 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ നേരെ മുന്നോട്ട് പട്ടണത്തിലേക്ക് കടന്നു, പട്ടണം പിടിച്ചു. ദൈവമക്കൾ ഇവിടെ ശ്രദ്ധിച്ചായിരുന്നോ? മതിൽ വീണു, ജനം ഓരോരുത്തർ മുന്നോട്ട് പട്ടണത്തിൽ കടന്നു, പട്ടണം പിടിച്ചു. എവിടെയാണോ കടക്കത്തില്ല എന്ന് പറഞ്ഞ് അടച്ചത്, എവിടെയാണോ മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ് അടച്ചു പൂട്ടിയതിനെ ദൈവജനം പിടിച്ചു. എങ്ങനെ? ദൈവത്തിൻ്റെ ആലോചനയുടെ മുമ്പിൽ ഈ ജനം മുറുകെ പിടിച്ചു. ദൈവാലോചനയുടെ മുമ്പിൽ ഈ ജനം വിശുദ്ധിയോടെ നിന്നു. ദൈവാലോചന അക്ഷരം പ്രതി ചെയ്തു. എന്താ സംഭവിച്ചത്? അവരുടെ മുമ്പിൽ അടച്ചു പൂട്ടിയതിനെ ദൈവം തുറന്നു കൊടുത്തു. പലപ്പോഴും ശത്രു ഇതുപോലെയാണ്, അടച്ച് മുദ്ര വയ്ക്കും, നിനക്ക് കിട്ടണ്ട. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, യേശു മുൻപ് കറഞ്ഞു ജീവനോടെന്ന് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. എന്നാൽ യേശുവിനെ കല്ലറയിൽ അടക്കിയപ്പോൾ റോമാ സാമ്രാജ്യം ഇമ്പീരിയൽ മുദ്ര വെച്ച് അടച്ചു പൂട്ടി. അവൻ പുറത്തു വരാൻ തീരുമാനിച്ചു. ശത്രു പുറത്തു വരാൻ തീരുമാനിച്ചപ്പോൾ കൃത്യസമയമായപ്പോൾ തമ്പുരാൻ പുറത്തു വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പൗലോസിനെയും ശീലാസിനെയും അടച്ചുറപ്പാക്കി. ഇനി ഇവർ ജയിലിൽ നിന്ന് പുറത്തു പോകത്തില്ല. എന്നാൽ ദൈവത്തോട് സ്തുതിച്ചു പാടി ആരാധിച്ചപ്പോൾ എവിടെയാണോ പുറത്തു പോകത്തില്ല, നമ്മുടെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഇനി നിങ്ങളോട് പറയാം, പത്രോസ് എന്ന് പറഞ്ഞ ഭക്തനെ 2 പടയാളികളുടെ നടുവിൽ ആമത്തിൽ പൂട്ടിയിട്ടും ദൈവജനത്തിൻ്റെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ ഫലമായി അവർ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഞാൻ നിങ്ങളോട് ഒരു കണ്ടന്റ് പറയട്ടെ, ഇവിടെ ശ്രദ്ധിച്ചോ. യോശുവയും കൂട്ടരും വഴിയിൽ അടച്ച് പൂട്ടപ്പെട്ട സാഹചര്യം കടന്നു വന്നു. ദൈവം പറഞ്ഞ് സ്തുതിക്കാൻ, കർത്താവ് പറഞ്ഞ് ആർപ്പിടാൻ. അവർ ദൈവം പറഞ്ഞ സ്തുതിയുടെയും സ്തോത്രത്തിനു മുമ്പിൽ ആർപ്പിട്ട് സ്തുതിച്ചപ്പോൾ കുഞ്ഞേ, ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ തുടങ്ങി. ഈ മിനിറ്റുകളിൽ നിൻ്റെ മേൽ പ്രതികൂലങ്ങൾ ഏറുമ്പോൾ, പ്രശ്നങ്ങൾ ഏറുമ്പോൾ, ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് ഈ പറയുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കൊന്ന് ആരാധിക്കാൻ കഴിയുമോ? ഈ വചനം ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു. മറക്കരുത്, നിന്റെ ശത്രു പലതും അടച്ചുപൂട്ടും, പിശാച് പലതും അടച്ചുപൂട്ടും. അതിന് വേദനയാണോ നീ ആയിരിക്കുന്നത്? ശത്രു അടച്ചുപൂട്ടും പറയണം, ഇല്ല പിശാചേ, നിനക്ക് അടച്ചുപൂട്ടേണ്ടതല്ല എൻ്റെ ജീവിതം, അടച്ചുപൂട്ടി കളയേണ്ടതല്ല എൻ്റെ ജീവിതം. നീ ഒന്ന് സ്തുതിച്ചാൽ എന്താണോ നിന്നെ അടച്ചുപൂട്ടിയത് അത് തകരും, അത് ഉടയും. ദൈവം നിന്നെ വിടുവിക്കും. നിന്റെ മേൽ സമൃദ്ധിയായി ജീവൻ തരുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കുക. കാരണം നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. അവൻ സർവശക്തനാണ്. അവനെ പോലെ വേറെ ആരുമില്ല. നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എനിക്കറിയാവുന്നവരോട് പരിശുദ്ധാത്മ പറഞ്ഞൊരു വാക്കാണ്, അടച്ചു പൂട്ടലുകളെ തുറക്കാൻ പോകുന്നത്. ശത്രു അടച്ചു പൂട്ടിയതിനെ അവൻ ഇല്ലായ്മ ചെയ്യുമെന്ന്. എന്ത് ചെയ്യണം? നമ്മൾ സ്തുതിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം,
നമ്മുടെ സ്തുതിയുടെ സ്തോത്രത്തിന് മുമ്പിൽ എല്ലാ പ്രതികൂലങ്ങളും തകരും. പ്രാർത്ഥിക്കാമോ? പിതാവേ, അങ്ങ് തന്ന ദൂതിനായി സ്തോത്രം, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം, അങ്ങ് ഇടപെട്ട കൃപയ്ക്കായി നന്ദി. എവിടെയൊക്കെ ശത്രു അടച്ചുപൂട്ടിയോ അതിലേക്ക് തമ്പുരാനെ അങ്ങ് തുറക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വചനമങ്ങയ്ക്കുള്ള ജനമങ്ങയ്ക്കുള്ളത് സകലപേരുടെ ആത്മാവ് ഇടപെട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.